പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സപ്രപഞ്ചം തകർന്നേ ഈ കഥ കേൾക്കൂ. രാജാധിരാജൻ മഹാരാജൻ ഉഗ്രവീരപരാക്രമി സിംഹവിക്രമശാലി മർക്കേന്ദ്രസിംഹൻ വിജയിക്കട്ടെ. കാട്ടിലെ പുതിയ ചക്രവർത്തിയായ മർക്കേന്ദ്രൻ തിരുമനസ് നീണാൾ വാഴട്ടെ. കാടുഭരിക്കുന്ന തമ്പുരാനെ, കാടിൻ്റെ ഓമന രാജരാജൻ, വാഴുക വാഴുക സർവകാലം. കാട്ടുമൃഗങ്ങൾ ഉറക്കെ സ്തുതിക്കുന്നത് കേട്ട് മർക്കടൻ കുരങ്ങൻ ആവേശമായി. പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവ് പട്ടുമെത്തയിൽ വിശ്രമിക്കുകയായിരുന്നു. ഇരുവശവും സുന്ദരിമാരായ വാനര സ്ത്രീകൾ നിരന്നു നിന്ന് വെൺചാമരവും ആലവട്ടവും വീശി രാജാവിനെ ഉറക്കി. അതിനിടയിൽ ആരോ ഉറക്കെ നീട്ടി വിളിച്ചു, മർക്കോ, മർക്കടോ. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന മർക്കട രാജാവ് സപ്രമഞ്ചക്കട്ടിലിൽ നിന്ന് താഴേക്കിറങ്ങി. ചടുപിടുധിം, തലയും കുത്തി താഴത്ത്. ആലവട്ടവുമില്ല, വെഞ്ചാമരവുമില്ല, രാജധാനിയില്ല, സപ്രമഞ്ചക്കട്ടിലില്ല, പട്ടുമെത്തയുമില്ല. മരക്കമ്പിൽ ചാരിക്കിടന്ന് ഉറക്കം പിടിച്ച കുരങ്ങച്ചൻ കണ്ട സ്വപ്നമായിരുന്നു അത്. കൂട്ടുകാരനായ ജിങ്കനായിരുന്നു അവനെ വിളിച്ചുണർത്തിയത്. ഓർക്കാപ്പുറത്തുണർന്ന കുരങ്ങച്ചൻ കട്ടിലിൽ നിന്നെന്ന ഭാവത്തിൽ മരത്തിന് മുകളിൽ നിന്ന് താഴേക്കു കാലുവച്ചതാണ്. താഴെ വീണ് കിടക്കുന്ന കുരങ്ങച്ചനെ നോക്കി എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സ്വപ്നം ചിലർക്ക് ചില കാലം ഫലിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുരങ്ങച്ചൻ പൊടിയും തട്ടി എഴുന്നേറ്റുപോയി.